ഹലോ, നമസ്കാരം. ഞാൻ ഇപ്പം ഇങ്ങനെ കുറച്ച് ആലോചിച്ചു. അപ്പം കരുതിയൊരു വീഡിയോ ആക്കാൻ കരുതി. ഓക്കെ, വേറെ ഒന്നുമല്ല, ഈ ഡിസ്ലൈക്ക് അടിക്കും, അതേപോലെ തന്നെ കമൻറ്റ്, ഓരോ കമൻറ്റുകൾ പോയിട്ട് ഇതുമല്ലോ. ഡിസ്ലൈക്ക് അവിടെ നിൽക്കട്ടെ. ഓക്കെ, ഡിസ്ലൈക്ക് അവിടെ നിൽക്കട്ടെ. ഡിസ്ലൈക്കിൻ്റെ കാര്യമല്ല ഞാൻ ഉദ്ദേശിച്ചത്, പറയാൻ വന്നതല്ല. ഞാൻ കമൻ്റ് എഴുതുന്ന വ്യക്തികളെ കുറിച്ചിട്ടാണ്. ഓരോ വീഡിയോയുടെ അടിയിൽ പോയിട്ടും പല വീഡിയോയുടെ അടിയിൽ പോയിട്ട് കമൻ്റ് എഴുതുന്ന വ്യക്തികളുണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ അവർ വെറും പാവങ്ങളാണ്, നിഷ്കളങ്കര. എന്നുവെച്ചാൽ അവരെ തിരിച്ചറിയുന്നില്ല. ഒന്നാത്തത് എന്നുവെച്ചാൽ അവരെ മനസ്സ് അതിനുള്ള പാകമായിട്ടില്ല. അതായത് ബുദ്ധി വികാസം വന്നിട്ടില്ലെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, എന്നുവെച്ചാൽ അങ്ങനെയുള്ള വ്യക്തികളാണ് ഏതൊരു വ്യക്തിയുടെ അടിയിൽ പോയിട്ടും അവർക്ക് തോന്നുന്ന എല്ലാം എഴുതി അങ്ങ് പിടിപ്പിക്കും. മനസ്സിലായില്ലേ? പക്ഷെ അവരെ സ്വയം തിരിച്ചറിഞ്ഞൊരു വ്യക്തികൾ ആരും അങ്ങനെ ചെയ്യത്തില്ല. അത് അവർക്ക് മൈൻഡ് പവറുണ്ട്. മനസ്സിലായില്ലേ? മൈൻഡ് പവറുള്ളൊരു വ്യക്തി ആരെയും അതിൻ്റെ അന്വേഷിച്ച് ഇങ്ങനെ നടക്കത്തില്ല. അതായത് ഓരോരുത്തരെ നുണകം പറഞ്ഞ് കുണ്ടികളും നുണയും ഏഷണിയും പറഞ്ഞും അതിൽ ഓരോ അപവാദങ്ങൾ പറഞ്ഞ് പരത്തിയും ഇങ്ങനെ നടക്കത്തില്ല. എന്നുവെച്ചാൽ അവർക്കൊരു അനുഭവം വരുന്നില്ല. അനുഭവപ്പെടുന്ന വ്യക്തികളെ കുറിച്ചല്ല പറയുന്നത്. അനുഭവം വരാത്ത വ്യക്തികളെ കുറിച്ച് അവർക്ക് തോന്നുന്ന വിധത്തിൽ എഴുതി അങ്ങ് പിടിപ്പിക്കും. അത് ആണാവട്ടെ പെണ്ണാവട്ടെ, ഏതൊരു വീഡിയോ ഞാൻ കാണുന്നതാണ്. ഏതൊരു വീഡിയോ നോക്കുമ്പോഴത്തേക്കും, യൂട്യൂബിൽ തന്നെ നോക്കുമ്പോഴത്തേക്കും അതിൻ്റെ അടിയിൽ പോയി കമൻറ്റുകൾ അവർക്ക് തോന്നുന്ന, ഓരോ വ്യക്തിയൊക്കെ തോന്നുന്ന കമൻറ്റ് അങ്ങ് എഴുതി പിടിപ്പിക്കണേ. വെറും മോശമായിട്ട് എഴുതി പിടിപ്പിക്കും. അവരോർത്തനിക്ക് ചിരി വരും, സഹതാപം തോന്നുന്നു, വെറും സഹതാപം. ഇന്നല്ലെങ്കിൽ നാളെങ്കിലും അവരെ അറിയണം. മനസ്സിലായില്ല? അറിഞ്ഞാൽ കൊള്ളാം. അവർക്ക് തന്നെ അവരെ തിരിച്ചറിഞ്ഞാൽ അവർക്ക് നല്ലതെന്ന് ഞാൻ പറയും. മനസ്സിലായില്ലേ? നമ്മൾ സ്വയം നമ്മളായിട്ട് മാറണം. നമ്മളായിട്ട് മാറിയാൽ ഇങ്ങനെയൊന്നും ഇങ്ങനെ ഇതിൻ്റെ ബാക്കിൽ നിന്ന് ഒരു വ്യക്തിയുടെ അടിയിൽ പോയിട്ട് ഇങ്ങനെ എഴുതാനോ അല്ലെങ്കിൽ ഓരോ വ്യക്തികളെ അടുത്ത് പോയി സംസാരിച്ച് അവരെ ബാക്കിൽ നടക്കാനോ ഒന്നും നമുക്ക് തോന്നത്തില്ല. നമ്മൾ അതിന് സമയം കളയത്തില്ല. നമുക്ക് നമ്മളെ കാര്യം നോക്കാനേ നേരം കാണത്തുള്ളേ. അല്ലാതെ നമ്മളെപ്പോലും അതായത് നമ്മളെ പോലും അറിഞ്ഞുകൂടാത്ത വ്യക്തികൾ, ആ വ്യക്തി ആരാണെന്നോ എന്താണോ ഒന്നും അറിഞ്ഞുകൂടാത്ത വ്യക്തികളെ കുറിച്ച് അതിനെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞിങ്ങനെ നടക്കാനോ ഒന്നും നമുക്ക് തോന്നത്തില്ല. അത് ഏതൊരു കാര്യത്തിലായാലും സ്വന്തം കാര്യം നോക്കി നടക്കാനേ പറ്റുള്ളേ. അത് സ്വയം തിരിച്ചറിയണം. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ കമൻ്റൊക്കെ എഴുതുന്ന വ്യക്തികളെ കാണുമ്പോൾ എനിക്ക് ചിരിയും തോന്നും, സഹതാപം തോന്നും. മനസ്സിലായില്ലേ? അത്രയേ ഉള്ളൂ. അത് വല്ല കേമത്തരമാണെന്ന് കരുതുന്നവന്മാരൊക്കെ വെറും വിഡ്ഢികളാണ്. മനസ്സിലായില്ലേ? ഓക്കെ, ശരിയെന്ന്. നന്ദി, നമസ്കാരം. ഇത്രയും പറയണമെന്ന് തോന്നി. ഓക്കെ.